أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. أما بعد. الحمد لله. നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ഈ ജൗഹറുൽ ഹുദയുടെ ഉദ്ദേശവും ലക്ഷ്യവും വളരെ കൃത്യമാണ്. ഉപ്പാക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു സൗകര്യം അള്ളാഹു അവൻ്റെ വലിയ അപാരമായ അനുഗ്രഹത്തോടെ അൽഹംദുലില്ലാഹ് അൽഫ മറ അൽഹംദുലില്ലാഹ് അള്ളാഹു ഈ സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നു. ഒരു പുതിയ സംരംഭം എന്ന നിലക്ക് നമ്മളിപ്പോൾ ശനിയാഴ്ച ആഴ്ചക്കുള്ള തഅലീം ഷഹാദ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് കൂടുന്ന ഒരു മജ്‌ലിസ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. എല്ലാവരും ജോലിയുള്ളവരാണ്, ജോലി കൃത്യമായി നിർവഹിക്കണം. ജോലിയിലൊരു അപാകതകളോ പോരായ്മകളോ വരാൻ പാടില്ല. മാനത്തോടുകൂടി ജോലിയെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ചെയ്യുന്ന ജോലി, അത് ഖുതുബന്റെ ജോലി ആയാലും ദർസിന്റെ ജോലി ആയാലും തഅലീമിന്റെ ജോലി ആയാലും, ചെയ്യുന്ന ജോലി വളരെ കൃത്യമായി നിർവഹിക്കുകയും ഒഴിവുള്ള ദിവസം നാം നമ്മുടെ പഠനത്തിന് വേണ്ടി മാറ്റിയെടുക്കുകയും അതിനുവേണ്ടി നമ്മൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു തആല വളരെ സന്തോഷമായ രീതിയിൽ നടത്തിത്തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മദീനയിൽ ജാമിയ തൈബയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാക്കിയുള്ളവർ അവര് തഅലീമൊക്കെ പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് വന്നു കഴിഞ്ഞാൽ ഭാവി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് അപ്പം ആലോചിക്കാം. 1.5 വർഷമുണ്ട് അവർക്ക് ഇനി കോഴ്സ് പൂർത്തിയാക്കാൻ. അതുവരെ അവർ ഇൻഷാ അല്ലാഹ് വന്നു ചേരുന്നത് വരെ നമ്മൾ ഇപ്പോഴുള്ളവർ, നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപ്പയും മക്കളും, നമ്മൾ സ്വന്തം പഠിക്കുക, പഠിപ്പിക്കുന്നവരാകുക. അവിടെ പിന്നെ ജ്യേഷ്ഠനും ശിഷ്യനും അനുജനും ഉസ്താദുമാവും, ഉപ്പ ശിഷ്യനും മകൻ ഉസ്താദുമാവും. അത് ദീൻ അങ്ങനെയാണ്. അല്ലാഹു തആല അങ്ങനെയാണ് ദീനെ തർത്തീബാക്കിയിരിക്കുന്നത്. എല്ലാവരും താലിബുൽ ഇൽമ്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഇഷ്ടംപോലെ സൗകര്യം ദുനിയാവിലുണ്ട്, നാട്ടിലുണ്ട്. മദ്രസകള്, കോളേജുകള്, യതീംഖാനകള്, ഹിഫ്ള് മദ്രസകള്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. പൂർണ്ണമായ വിജയത്തിലും ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ സമൂഹത്തിന് ഉപകരിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്തു കൊടുക്കട്ടെ. നമ്മൾ അൽഹംദുലില്ലാഹ് ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെടാനും ആ വഴിയിൽ തന്നെ സഞ്ചരിക്കാനും നമുക്ക് അള്ളാഹു തആല തന്ന സൗകര്യം, ആ സൗകര്യം നമ്മൾ ഈ രീതിയിൽ നമുക്കായിട്ട് ഉപയോഗപ്പെടുത്തുക. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ആരെയും പ്രയാസപ്പെടുത്തണ്ട. ദുനിയാവിന്റെ കാര്യത്തിൽ ബാപ്പയും മക്കളും ഒരുപാട് ഒരുമിച്ച് കൂടി കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പം ജ്യേഷ്ഠാനുജന്മാരും ബാപ്പയും മക്കളും ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനും ഈ രീതിയിലൊരു സൗകര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. അള്ളാഹു ഇസ്തിഖാമത്ത് തരട്ടെ. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ മർക്കസ്, ഈ കേന്ദ്രം
ഈ ജൗഹറുൽ ഹുദ ഇസ്ലാമിക് സെന്റർ അതിൻ്റെ പൂർണ്ണമായ ഫലത്തോടുകൂടി നിലനിർത്തുകയും നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനമുള്ളതായി അള്ളാഹു കബൂലാക്കുകയും ചെയ്യട്ടെ. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മളൊരു പുതിയ സംരംഭം എന്ന നിലക്ക് ഞായറാഴ്ച എല്ലാ ആഴ്ചയിലെയും ഞായറാഴ്ച രാവിലെ സുബഹിക്ക് ശേഷം ഒരു പുതിയ ദർസ് ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഖീദയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബ് സെലക്ട് ചെയ്യുകയും ആ കിതാബ് വായിച്ചു തീർക്കുകയും ചെയ്യുന്ന രീതി. നമ്മൾ ഉപ്പയും മക്കളും അതിൻ്റെ ഒരു തുടക്കമെന്ന നിലക്ക് നമ്മളെ അബൂ ഫൗസാൻ ഷഹീറുദ്ദീൻ ചുഴലിയാണ് അൽഹംദുലില്ലാ ഈ ദർസ് നടത്തുന്നത്. ഇപ്പോൾ തുടക്കം ഓരോരുത്തരും കൊണ്ട് ഓരോ കിതാബുകൾ മാറുമ്പോൾ ഓരോരുത്തരത് ഇപ്പൊ ഷഹീറുദ്ദീനാണ് തുടങ്ങുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബും അതിന്റെ ശറഹുകളുമാണ് നമ്മൾ പഠനവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വാക്കുകൾ കേൾക്കുന്നവർ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവർക്ക് നാം ഈ ക്ലാസ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ദർസ് ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഖീദയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബ് സെലക്ട് ചെയ്യുകയും ആ കിതാബ് വായിച്ചു തീർക്കുകയും ചെയ്യുന്ന രീതി. നമ്മൾ ഉപ്പയും മക്കളും അതിൻ്റെ ഒരു തുടക്കമെന്ന നിലക്ക് നമ്മളെ അബൂ ഫൗസാൻ ഷഹീറുദ്ദീൻ ചുഴലിയാണ് അൽഹംദുലില്ലാ ഈ ദർസ് നടത്തുന്നത്. ഇപ്പോൾ തുടക്കം ഓരോരുത്തരും കൊണ്ട് ഓരോ കിതാബുകൾ മാറുമ്പോൾ ഓരോരുത്തരത് ഇപ്പൊ ഷഹീറുദ്ദീനാണ് തുടങ്ങുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബും അതിന്റെ ശറഹുകളുമാണ് നമ്മൾ പഠനവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വാക്കുകൾ കേൾക്കുന്നവർ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവർക്ക് നാം ഈ ക്ലാസ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരോടും നാം ആദ്യം ദുആ ആവശ്യപ്പെടുന്നു. വിനീതമായ ഭാഷയിൽ ഈ ബാപ്പാക്കും മക്കൾക്കും അല്ലാഹു തആല ദീനിന്റെ വഴിയിൽ തന്നിരിക്കുന്ന ഈ ഏർപ്പാടുകൾ, അതിൻ്റെ ഇടയിൽ ഒരു മുഫ്തിനിന്റെ ഫിത്ന കടന്നുകൂടാതെ, ഹാസിദിന്റെ ഹസദ് കടന്നുകൂടാതെ, അഅദായിങ്ങളുടെ അദാവത്ത് കടന്നുകൂടാതെ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം, അല്ലാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ മുഹിബ്ബുകൾ, നമ്മുടെ സ്നേഹിതന്മാര്, കുടുംബത്തിലുള്ളവർക്ക് ദുആ ചെയ്യണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്. ചിലപ്പോൾ ചില ഞായറാഴ്ചകൾ മാറുകയും ഇത്രയുള്ളൂ. ക്ലാസ് ആരംഭിക്കുന്നതിന് ഷഹീറുദ്ദീൻ മൗലവിയെ നമ്മൾ നിയോഗിക്കുകയാണ്, അതിനുവേണ്ടി ഏർപ്പാടാക്കുകയാണ്. قولي هذا والله أعلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്.
ആദ്യമായി അദ്ദേഹത്തിൻ്റെ ചെറു ജീവചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. തർജമത്തുൽ മൂജസ ലിശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. തർജമ എന്ന് പറഞ്ഞാൽ തർജമത്തുൻ ജംഅ തറാജിം, ദിക്റുസ് സീറ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ജീവചരിത്രം പറയുന്നതിനാണ് തർജമ എന്ന് പറയുന്നത്. മൂജസ എന്ന് പറഞ്ഞാൽ മുഖ്തസർ, ഷോർട്ട്. തർജമത്തുൻ മൂജസ, ഒരു ഷോർട്ട് വിവരണം. ഒരു വ്യക്തിയുടെ ജീവിതം, അയാളുടെ ജീവിത ചരിത്രം വിശദീകരിക്കുന്നതിന് പറയുന്നതിനാണ് തർജമ പറയുക എന്ന് പറയുക. ഇവിടെ തർജമത്തുൻ മൂജസത്തുൻ ലിശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷോർട്ട് ജീവചരിത്രം. ആശ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഫിൽ ഖർനി സാനി അശറ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത് ഹിജ്റ 12-ാം നൂറ്റാണ്ടിലാണ്. അവ്വായിൽ ഖർനി സാലിസ അശറ അൽ ഹിജ്രി, ഹിജ്റ 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലും. وقد لمع نجمه وسما قدره ونال شهرة واسعة ومكانة عالية. തീർച്ചയായും അദ്ദേഹത്തിന്റെ നജ്മ് തിളങ്ങിയിട്ടുണ്ട്, നക്ഷത്രം തിളങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖദർ, സ്ഥാനം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം വിശാലമായ പ്രസിദ്ധി നേടിയിട്ടുണ്ട്, ഉന്നതമായ സ്ഥാനവും നേടിയിട്ടുണ്ട്. ലമയ അൽമൗ ലമ എന്ന് പറഞ്ഞാൽ തിളങ്ങുക, നജ്മ് നക്ഷത്രം, സ്റ്റാർ. സമാ ഇസ്മു സുമു പറഞ്ഞാൽ ഉയരുക, റഫഅ ഇർതഫഅ. ഖദർ സ്ഥാനം, ദറജ. സമാ ഖദറുഹു, ഇതിന്റെ സ്ഥാനം, ദറജ ഉയർന്നിട്ടുണ്ട്. നാലു നൈൽ എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക, ഹാസിലാക്കുക. ശുഹ്റത്തൻ വാസിയ, വിശാലമായ പ്രസിദ്ധി. ശുഹ്റത്തൻ വാസിയ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ പ്രസിദ്ധി എത്തിയിട്ടുണ്ട്. മക്കാനത്തൻ ആലിയ, ഉന്നതമായ സ്ഥാനവും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വഹാദിഹി ജവാനിബു യസീറ മുഖ്തസറ മിൻ ഹയാത്തി ഹാദൽ ഇമാം അഷ്ശഹീർ. ഇവിടെ പറയാൻ പോകുന്നത് ജവാനിബു യസീറ, കുറച്ച് ഭാഗങ്ങളാണ്. ജാനിബുൻ ജംആണ് ജവാനിബ്, ഭാഗം എന്നാണ് അർത്ഥം. യസീറ ലളിതമായ, മുഖ്തസറ ഷോർട്ടായ. മിൻ ഹയാത്തി ഹാദൽ ഇമാം അഷ്ശഹീർ, പ്രസിദ്ധനായ ഈ ഇമാമിന്റെ ജീവിതത്തിൽ നിന്നുമുള്ള. അതാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത് തർജമ മൂജസ, ഹയാത്തു ഹാദൽ ഇമാം അഷ്ശഹീർ. വൽ മുസ്ലിഹി ദീനിൽ കബീർ, വലിയ ദീനിയായ പരിഷ്കർത്താവാണ് അദ്ദേഹം. മുസ്ലിയാണ്, ഇസ്ലാം ഉണ്ടാക്കുന്ന ആള്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നാട്ടിൽ, തുടർന്ന് വലിയ രാജ്യത്ത് മൊത്തം ഇസ്ലാഹി പ്രവർത്തനം നടത്തിയ ആളാണ്. ഉമ്മത്തിനെ തൗഹീദിലേക്ക് ക്ഷണിച്ച ആളാണ്. അതുകൊണ്ടാണ് മുസ്ലിഹ്, ഇസ്ലാഹ് ചെയ്യുന്ന ആൾ. മറ്റുള്ളവരിൽ ദീൻ ഉണ്ടാക്കുന്ന ആൾ, മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന ആൾ. അദ്ദീനി അൽ കബീർ റഹിമഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ നനവുള്ള ഭൂമിയെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തട്ടെ. പരിശുദ്ധപ്പെടുത്തുക. സറ എന്ന് പറഞ്ഞാൽ നനവുള്ള ഭൂമി. ഉണങ്ങിയതിനു ശേഷം മഴ കൊണ്ട് നനയുന്നതിനാണ് സറ എന്ന് പറയാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സ്വർഗത്തെ അദ്ദേഹത്തിന്റെ പാർപ്പിടവുമാക്കട്ടെ. മഹ്വ എന്ന് പറഞ്ഞാൽ ഒരാള് താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തിനാണ്, മഖാമുസക്കനാണ് മഹ്വ. വജഅലൽ ജന്നത മഹ്വാഹു, സ്വർഗത്തെ അദ്ദേഹത്തിന്റെ പാർക്കാനുള്ള ഇടവും അല്ലാഹു ആക്കട്ടെ. അവ്വലൻ, ഇനി ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കണം അദ്ദേഹത്തിന്റെ ജീവചരിത്രം. ഇസ്മുഹു വനസബുഹു വമൗലിദുഹു, അദ്ദേഹത്തിന്റെ പേരും നസബും മൗലിദും. നസബുന്റെ കുടുംബ പരമ്പര. മൗലിദ് ജനിച്ച
ഡേറ്റ്, ദിവസം, അതുപോലെ തന്നെ ജനിച്ച സ്ഥലം, രണ്ടിനും മൗലിദ് എന്ന് പറയും. മൗലിദ് എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാനും ഉപയോഗിക്കും, ഇസ്മു സമാനും ഉപയോഗിക്കും. വലത എലിദുന്റെ ഇസ്മു മക്കാൻ ഇസ്മു സമാനുമാണ് മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം, അതുപോലെ തന്നെ ജനിച്ച സമയം, ദിവസം. ഹുവ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് ഇബ്നു റാഷിദ് അത്തമീമി, അതിന്റെ പൂർണ്ണ പേര്. വുലിദ ഫി ബൽദത്തി അൽ ഉയൈന, ഉയൈന എന്ന നാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മിൻ ബിലാദി നജ്ദ്, നജ്ദിലുള്ള ഒരു നാടാണ് ഉയൈന. സനത 15 മിനൽ ഹിജ്റ, ഹിജ്റ 1115, ഹിജ്റ 1115 ഉയൈന എന്ന നാട്ടിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് സാനിയൻ നശ്അതുഹു വ തലബുഹു ലിൽ ഇൽം, അദ്ദേഹത്തിന്റെ വളർച്ചയും ഇൽമി പഠനവും. നശഅ ശൈഖു റഹിമഹുല്ലാഹ്, നശഅ യൻശഉ എന്ന് പറഞ്ഞാൽ വളരുക, തറഅറ വളർന്നു വരിക. ഒരു നാട്ടിൽ ജീവിച്ച് വളർന്ന് വലുതാകുന്നതിനെ നശഅ എന്ന് പ്രയോഗിക്കും. നശഅ യൻശഉ. മൻശ എന്ന് പറയുന്നത് ഉറവിടം, വളർന്നു വന്ന സ്ഥലം. നശഅ ശൈഖു റഹിമഹുല്ലാഹ് ഫി ബൽദത്തിൽ ഉയൈന, ഫി ബൽദത്തിൽ അൽ ഉയൈന, ഉയൈന എന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഫി ബീഅത്തിൻ മുതദയ്യിനത്തിൻ വഹാഫിള, നല്ല ദീനീബോധമുള്ളൊരു സാഹചര്യത്തെ, ചുറ്റുപാടിലാണ്. ബീഅത്ത് ചുറ്റുപാട്, അദ്ദേഹം വളർന്നു വന്നത്. മുതദയ്യിന ദീനുള്ള. വഫി ബൈത്തി ഇൽമിൻ കബീർ, ഇൽമിയായ വലിയൊരു വീട്ടിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പയും ഉപ്പയൊക്കെ ആലിമ്യങ്ങളാണ്, ഇൽമുള്ളവരാണ്. വലിയ ഇൽമിന്റെ വലിയ വീട്ടിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ഫഖറഅൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു. ഹത്ത ഹഫിളഹു, അങ്ങനെ അതിനെ ഹിഫ്സ് ചെയ്തു, കാണാതെ പഠിച്ചു. വ അത്ഖനഹു ഖബല ബുലൂഗിഹി അൽ അശർ, അദ്ദേഹം 10 വയസ്സാകുമ്പോഴേക്കും അതിൽ ഹിഫ്ളാക്കി അതിനെ ഇത്ഖാൻ ചെയ്തു, ദൃഢീകരിച്ചു. അത്ഖാൻ ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ ദൃഢീകരിക്കുക. സുമസ്തഖല ബി തലബിൽ ഇൽം, പിന്നീട് അദ്ദേഹം ഇൽമ് സമ്പാദിക്കുന്ന വിഷയത്തിൽ വ്യാപൃതനായി. ഇസ്തഖല ബി, വ്യാപൃതനാകുക. വറഹല ഇലാ മക്ക, അദ്ദേഹം മക്കയിലേക്ക് യാത്ര പോയി. സുമ്മ റഹല ഇലൽ മദീനത്തിൽ നബവിയ്യ, പിന്നെ മദീനയിലേക്ക് യാത്ര പോയി. വതറദ്ദദ അലാ ഉലമാഇഹിമ, മക്കയിലെയും മദീനയിലും ഉള്ള പണ്ഡിതന്മാരിൽ അദ്ദേഹം മാറി മാറി പോയി. തറദ്ദദ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോവുക, പിന്നെ വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ പോവുക, അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പോകുന്നതിനാണ് തറദ്ദദ എന്ന് പറയുന്നത്. തകററ, തറാജഹ എന്നൊക്കെ അർത്ഥമുണ്ട്. തറദ്ദദ അലാ ഉലമാഇഹിമ, മക്കയിലെയും മദീനയിലും പണ്ഡിതന്മാരിൽ അദ്ദേഹം മാറി മാറി പോയി ഇൽമു പഠിച്ചു. വഅഖദ അൻഹും, അവരുടെ ഇൽമു സ്വീകരിച്ചു. അഖദ അൻ എന്ന് പറയുന്നത് ഇൽമു സ്വീകരിക്കുന്നതാണ് അഖദ എന്ന് പ്രയോഗിക്കുക. അഖദ അൻഹും, ആ മക്കയിലെയും മദീനയിലും ഉലമാക്കളിൽ നിന്നും അദ്ദേഹം ഇൽമു സ്വീകരിച്ചു. സുമ്മ റഹല ബഅദ ദാലിക ഇലൽ ബസറ, പിന്നെ ബസറയിലേക്ക് അദ്ദേഹം യാത്ര പോയി. റിഹ്ല ഇൽമിയ്യ, ഇൽമന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് റിഹ്ല ഇൽമിയ്യ. മക്ക മദീന പിന്നെ ബസറയിലേക്ക് പോയി. ലിലിസ്തിദാദത്തി മിനൽ ഇൽമി, ഇൽമ് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്. وقرأ على علمائها في التفسير والحديث وشروحه وعلوم العربية وغير ذلك. അങ്ങനെ ബസ്രയിൽ പോയി അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നും തഫ്സീർ, ഹദീസ്, ഹദീസിന്റെ ഷറഹ്, അറബി ഭാഷ ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ ഒരു മക്കൾക്ക് ഓതിക്കൊടുത്തു. ഖറഅ അല എന്ന് പറഞ്ഞാൽ കീഴിൽ ഓതുന്നതിനാണ് പറയാ. وبعد عودته إلى نجد أخذ يطالع كتب التفسير والحديث والأصول، كتب شيخ الإسلام ابن تيمية وتلميذه ابن القيم رحمهم الله وغيرهما. അങ്ങനെ നജിദിലേക്ക് മടങ്ങി വന്ന അദ്ദേഹം അഖദ യുതാലി കുതുബ തഫ്സീർ, തഫ്സീർ ഗ്രന്ഥങ്ങൾ മുതാല ചെയ്യാൻ തുടങ്ങി. മുതാല ചെയ്യുക എന്ന് പറഞ്ഞാൽ വായിക്കുക, നിരന്തരമായി വായിക്കുക. അഖദ തുടങ്ങി, അഖദ യുതാലി, മുതാല ചെയ്യാൻ തുടങ്ങി. കുതുബ തഫ്സീർ, കുതുബൽ ഹദീസ്, കുതുബൽ ഉസൂൽ, കുതുബ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളും
വതിൽമിദിഹി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ വിദ്യാർത്ഥിയായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളും ധാരാളമായി വായിക്കാൻ തുടങ്ങി. വഗൈരിഹിം, അതല്ലാത്ത മറ്റു പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹം ധാരാളമായി വായിക്കാൻ തുടങ്ങി. മിമ്മാ അഹലഹു അൻ യകൂന ആലിമൻ മുതബഹിറ വ ഇമാമൻ മുതബസ്സിറ. എങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തെ കടലോളം ഇൽമുള്ള വലിയ ആലിമാക്കി മാറ്റിയ, നല്ല കാഴ്ചപ്പാടുള്ള തബ്സിറത്തുള്ള മുതബസ്സിറായ ഇമാമാക്കി മാറ്റിയ ഗ്രന്ഥങ്ങൾ. അഹല യുഅഹിലു തൈന, അർഹനാക്കുക, യോഗ്യനാക്കുക. അദ്ദേഹത്തെ യോഗ്യനാക്കി. ഈ കിതാബുകളൊക്കെ വായിച്ചപ്പോഴാണ് അദ്ദേഹം യോഗ്യന എന്താകാൻ, ആലിമൻ മുതബഹിറൻ. മുതബഹിർ എന്ന് പറഞ്ഞാൽ വിശാലമായ ഇൽമുള്ള, കടലോളം ഇൽമുള്ള എന്ന് പറയുന്നത് പോലെ മുതബഹിറായ. ഇമാമൻ മുതബസ്സിർ, നല്ല കാഴ്ചപ്പാടുള്ള, ദീർഘവീക്ഷണമുള്ള ഇമാമാക്കാൻ യോഗ്യനാക്കി. ഇമാമാക്കാൻ യോഗ്യനാക്കിയ ഇതുള്ള പല ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചു. മൂന്നാമത്തേത് ശുയൂഖുഹു വ തലാമീദുഹു, തലാമീദത്തുഹു. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഷെയ്ഖന്മാർ, ഷെയ്ഖുൻ ജമു ശുയൂഖ്, ഉസ്താദുമാർ, വ തലാമീദത്തുഹു, വിദ്യാർത്ഥികൾ. തിൽമീദുൻ ജമഅ തലാമീദത്ത്. ത്വലബൽ ഇൽമ അലാ സുല്ലത്തിൻ മിൻ അഹ്ലിൽ ഇൽം. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്നും ഇൽമു തേടി. മിൻഹും വാലിദുഹു അശ്ശൈഖു അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ. സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, കൂട്ടം. വശൈഖുൽ മുഹദ്ദിസു മുഹമ്മദ് ഹയാത്ത് സിന്ദി അൽ മദനി, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് മുഹമ്മദ് ഹയാത്ത് സിന്ദി. വശൈഖ് മുഹമ്മദ് അൽ മജ്മൂഇ അൽ ബസരി വഗൈറുഹും കസീർ. അങ്ങനെ ധാരാളം ഷെയ്ഖന്മാർ, ഉസ്താദുമാരായിട്ട് അദ്ദേഹത്തിനുണ്ട്. വഖദ് അഖദ അൻഹുമുൽ ഇൽമ അദദുൻ കസീറുൻ മിൻ തലബത്തിൽ ഇൽം. അതേപോലെ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ നിന്നും ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അഖദ അൻഹു, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയിൽ നിന്നും ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അദദുൻ കസീറുൻ മിൻ തലബത്തിൽ ഇൽം, ധാരാളം തുല്ലാബുൽ ഇൽം. മിൻഹും അബ്നാഉഹു അൽ അർബഅ, അതിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ 4 മക്കൾ, ആൺമക്കള്. അബ്ദുള്ള, ഹസൻ, അലി, ഇബ്രാഹിം, ഈ 4 പേർ. വഹഫീദുഹു അശ്ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ. വശൈഖു ഹമദ് ഇബ്നു നാസിർ ഇബ്നു ഉസ്മാൻ ഇബ്നു മഅമർ, രണ്ടും അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളാണ്. വശൈഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാ അൽ ഹുസൈൻ വഗൈറുഹും ഖൽഖുൻ കസീർ. അങ്ങനെ ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ നിന്നും ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. മിമ്മൻ തവല്ലൗ മനാസിബൽ ഖളാഇ വൽ ഇഫ്താഇ വത്തദ്രീസ്. ഇവരൊക്കെ പിന്നീട് വലിയ ദർജ കൈവരിച്ചാലാണ്. ഖളാഇന്റെയും ഇഫ്താഇന്റെയും തദ്രീസിന്റെയും മൻസബുകളിൽ ഇരുന്ന ആൾക്കാരാണ്. മൻസബ് എന്ന് പറഞ്ഞാല് സ്ഥാനത്തിന് അർഹരായിട്ടുണ്ട്. അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് തവല്ല എന്ന് പറയുക. തവല്ല മനാസിബൽ ഖളാഇ വൽ ഇഫ്താഇ വത്തദ്രീസ്. പിന്നീട് ഈ ശിഷ്യന്മാരെല്ലാവരും നാട്ടിലെ വലിയ അറിയപ്പെട്ട ഖാദിമാരും മുഫ്തിമാരും മുദദ്ദിസുമാരുമായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്. വഖാമു ബിവാജിബിൽ ഇൽം, അവര് ഇൽമിന്റെ വാജിബ് നിർവഹിച്ചു. അതായത് നിർബന്ധമായും ചെയ്യേണ്ട പ്രവർത്തനം അതെന്താണ്? ഇൽമു പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തു. ഖാമബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നർത്ഥം. ഖാമബി, ഖാമു ബി വാജിബിൽ ഇൽം, ഇൽമിന്റെ വാജിബിനെ അവർ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ഇൽമിനോട് ചെയ്യേണ്ട ഹക്ക് അതെന്താണ്? പഠിക്കലും പഠിപ്പിക്കലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലുമാണ്. വനശ്രി ദഅവത്തുൽ ഇസ്ലാം വ തൗഹീദി ഫീ സമാനിഹിം, അവരുടെ കാലഘട്ടത്തിൽ തൗഹീദും ഇസ്ലാമും ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്തു? നിലകൊണ്ടു. റഹിമഹുമുല്ലാഹു ജമിഅ. നശ്ർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക, നശ്ർ ചെയ്യുക, വ്യാപിപ്പിക്കുക. റാബിഅൻ ദഅവത്തുഹു, നാലാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ദഅവത്ത്. ദഅ ശൈഖു ഇലാ തൗഹീദില്ലാഹി ബിൽ അമലി വൽ ഇബാദ വ ഇഫ്റാദിഹി ബിൽ ഖസ്ദി വൽ ഇറാദ. ശൈഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅ ഇലാ, ക്ഷണിക്കുക. ദഅ യദഉ ദഅവതൻ, ദഅ ഇലാ ക്ഷണിച്ചു, ഇലാ തൗഹീദില്ലാഹി
അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ബിൽ അമലി വൽ ഇബാദ, തൗഹീദ് ബിൽ അമലി വൽ ഇബാദ തൗഹീദുൽ ഉലൂഹിയ്യയിലേക്ക്, വൽ ഇഫ്റാദിഹി ബിൽ ഖസ്ദി വൽ ഇറാദ തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ഫജദ്ദദ, അദ്ദേഹം ആ വിഷയത്തിൽ തജ്ദീദ് ഉണ്ടാക്കി. ജദ്ദദ തജ്ദീദ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം തീർത്തു. ജദ്ദദ മൻദറസ മിൻ ഉസൂലിൽ മില്ല. ഇൻദറസ എന്തരിസ് ഇൻദിറാസ് എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോയ, ഇല്ലാണ്ടായി പോയ ഒരു കാര്യത്തെ അദ്ദേഹം പുതുക്കി നവോത്ഥാനം തീർത്തു. മിൻ ഉസൂലിൽ മില്ല, ഈ മില്ലത്തിന്റെ ഉസൂലിൽപ്പെട്ട ഇല്ലാണ്ടായി പോയ കാര്യം അതെന്താണ്? തൗഹീദാണ്, തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. അന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ശിർക്ക് വ്യാപിച്ച ഒരു കാലമായിരുന്നു. ഖബറുകളെയും മരങ്ങളെയും എല്ലാം പൂജിക്കുന്ന ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ തൗഹീദിന്റെ ദഅവത്തുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പം ഇതിൽ നിന്നും ഇല്ലാണ്ടായി പോയ, മാഞ്ഞുപോയ, ഇൻദറസ മാഞ്ഞുപോയ ഉസൂലുകളെ, അടിസ്ഥാന തത്വങ്ങളെ, ഖവായിദുദ്ദീൻ ദീനിന്റെ ഖായിദകളെ അദ്ദേഹം പുതുക്കിയെടുത്തു. ജദ്ദദ വദഅ ഇലാ മദ്ഹബി സലഫി സ്വാലിഹ്, അദ്ദേഹം സലഫുസ് സാലിഹുകളുടെ മദ്ഹബിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. വൽ അയിമ്മത്തി സാബിഖീൻ, മുൻകഴിഞ്ഞു പോയ ഇമാമുമാരുടെ മദ്ഹബിലേക്കും അദ്ദേഹം ക്ഷണിച്ചു. വമാ കാനു അലൈഹി ഫീ ബാബി മഅരിഫത്തില്ലാഹി വസിഫാതിഹി, അതേപോലെ തന്നെ സലഫുസ് സാലിഹീങ്ങൾ അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിലും അള്ളാഹുവിന്റെ സിഫത്ത് അറിയുന്ന വിഷയത്തിലും ഏതൊരു നിലപാടിലാണോ അതിലേക്കും ക്ഷണിച്ചു. അതെന്താണ് നിലപാട്? മിനൽ ഇസ്ബാത്തി വനഫി തശ്ബീഹി വഅദമി തകീഫ് വതഅതീൽ. അത് ഒന്ന് ഇസ്ബാത്താണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഇസ്ബാത്ത് ചെയ്യുക. രണ്ട് നഫി തശ്ബീഹ്, തശ്ബീഹിനെ നഫി ചെയ്യുക. മൂന്ന് അദമു തകീഫി വതഅതീൽ, തകീഫും തഅതീലും പാടില്ല. ഇത് അസ്മാ വസിഫാത്തിലെ 3 ഉസൂലുകളാണ്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അസ്മാ വസിഫാത്തില് 3 അസ്ലുകൾ പറയാറുണ്ട്. ഒന്ന് അൽ ഇസ്ബാത്ത്, ഇസ്ബാത്തു മാ അഖ്ബറഹുല്ലാഹു വറസൂലു. അൽ ഇസ്ബാത്തു ഈമാനൻ ബിമാ അഖ്ബറഹുല്ലാഹു വറസൂലു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അറിയിച്ചു തന്ന കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ബാത്ത് ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹുവിന് യദുണ്ട്, അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങും, അള്ളാഹു അർശിന്റെ മുകളിലാണ് ഇപ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ബാത്ത് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ അസ്ല്. രണ്ടാമത്തെ അസ്ല് നഫിയു തശ്ബീഹ്, തശ്ബീഹ് ചെയ്യാതിരിക്കൽ. ലൈസ കമിത്ലിഹി ഷൈഉൻ, നഫിയു തശ്ബീഹ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ സൃഷ്ടികളുമായി സദൃശ്യപ്പെടുത്താതിരിക്കൽ. മൂന്നാമത്തേത് അദമു തകീഫ്, അപ്പൊ അദമു തകീഫ് എന്ന കൈഫിയത്ത് പറയാതിരിക്കൽ, വതഅതീൽ നിഷേധിക്കാതിരിക്കൽ. അദമു തകീഫ് എന്നാൽ നഫിയുൽ ഇൽമി ബിൽ കൈഫിയ, കൈഫിയത്തിനെ സംബന്ധിച്ചുള്ള ഇൽമിനെ നഫി ചെയ്യൽ. എങ്ങനെയെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് കൈഫിയത്തുണ്ട്, പക്ഷെ അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതിന് കൈഫിയത്തുണ്ട്, പക്ഷെ കൈഫിയത്ത് നമുക്കറിയില്ല. അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കൈഫിയത്തുണ്ട്, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പൊ നഫിയുൽ ഇൽമി ബിൽ കൈഫിയ. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയാറുണ്ട്, കൈഫിയത്ത് പാടില്ല. ബിലാ കൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശം നഫിയുൽ ഇൽമി ബിൽ കൈഫിയത്താണ്, കൈഫിയത്ത് ഇല്ല എന്നല്ല. ചില തുല്ലാബുൽ ഇൽമ് അത് മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റിക്കാറുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് കൈഫിയത്ത് ഇല്ല എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. മറിച്ച് കൈഫിയത്തിന്റെ ഇൽമ് നമുക്കറിയില്ല എന്നാണ് പറയേണ്ടത്. അതാണ് സലഫുകൾ ബിലാ കൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലഫുകൾ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ അമിർറുഹ കമാ ജാഅത്ത് ബിലാ കൈഫ്, ഹദീസിൽ ഖുർആൻ എങ്ങനെ വന്നോ അങ്ങനെ നീ നടത്തുക, ബിലാ കൈഫ്, കൈഫിയത്ത് പറയാതെ എന്ന് പറഞ്ഞാൽ കൈഫിയത്തിന്റെ ഇൽമിനെ നിഷേധിച്ചുകൊണ്ട്, അതെങ്ങനെയും നമുക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഈ 3 കാര്യങ്ങൾ അസ്മാ വ സിഫാത്തിലെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉസൂലാണ്. അൽ ഉസൂലു സലാസ ഫി അസ്മാഇ വ സിഫാത്ത്. ഒന്ന് അൽ ഇസ്ബാത്ത്, 2 നഫിയു തശ്ബീഹ്, 3 നഫിയുൽ ഇൽമി ബിൽ കൈഫിയ. ഈ കാര്യങ്ങളിലേക്കും ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങളെ ക്ഷണിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ദഅവത്ത്. ഖാമിസൻ, അഞ്ചാമത്തേത് മുഅല്ലഫാത്തുഹു, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഅല്ലഫാത്തുകൾ. ലഖദ് ഖല്ലഫ ശൈഖു റഹിമഹുല്ലാഹ് ആസാറൻ വതസാനീഫ മുഅല്ലഫാത്തിൻ കസീറ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഖല്ലഫ യുഖല്ലിഫു തഖ്ലീഫ്, ബാക്കിയാക്കി, പിന്നിലാക്കി. അതായത് മരിച്ചു പോകുമ്പോൾ
ഇട്ടേച്ച് പോയി. ഇതിനാണ് ഖല്ലഫ എന്ന് പറയുക. ആഹാരൻ ഒരുപാട് അഹറുകളെ, തസാനീഫ ഒരുപാട് തസ്നീഫുകളെ, മുഅല്ലഫാത്തിൻ കസീറ ധാരാളം മുഅല്ലഫാത്തുകളെ. ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. ആഹാരൻ എന്ന് പറഞ്ഞാലും തസാനീഫ്, തസന്നഫ യുസന്നിഫു, തസ്നീഫ് എന്ന് പറഞ്ഞാലും ഗ്രന്ഥങ്ങൾ, അല്ലഫ യുഅല്ലിഫു തഅലീഫ് എന്ന് പറഞ്ഞാലും ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥരചനകളെ, എഴുത്തുകളെ അദ്ദേഹം ബാക്കിയാക്കി. പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഉത്തുറുഖ് അഹറൻ ഖബ്ല റഹീൽ, മരിക്കുന്നതിന് മുമ്പ് നീ അഹറിനെ ബാക്കിയാക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതിയ ഗ്രന്ഥങ്ങള്, പഠിപ്പിച്ച വിദ്യാർത്ഥികള്, ഇതൊക്കെ ബാക്കിയാക്കിയിട്ടാകണം നീ മരിക്കേണ്ടത്. അതിന് പണ്ഡിതന്മാർ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ചില പണ്ഡിതന്മാരെ അംശജാനത്തിന് ഗ്രന്ഥം എഴുതി ഉത്തുറുഖ് അഹറൻ ഖബ്ല റഹീൽ, റഹീൽ എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്നതിന് മുമ്പായി നീ അഹറിനെ ബാക്കിയാക്കണം എന്ന് പറയും. ആഹാറൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയത്? ഫി തൗഹീദ് വൽ ഫിഖ്ഹ് വസ്സീറ വഗൈരിഹ. തൗഹീദ് അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്, ഫിഖ്ഹിൽ ഗ്രന്ഥമുണ്ട്, സീറയിൽ ഗ്രന്ഥമുണ്ട്, വഗൈരിഹ അതല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അഖിലയിൽ തന്നെ അദ്ദേഹം 10ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ മത്തിനുകൾ, കുതൈബുകൾ. ആ ഗ്രന്ഥങ്ങളെല്ലാം തദുല്ലു അറിയിക്കുന്നു അല ഗസാറത്തി ഇൽമിഹി വ ഫിഖ്ഹിഹി, അദ്ദേഹത്തിന്റെ ഫിഖ്ഹിന്റെയും ഇൽമിന്റെയും ധാരാളിത്തം. ഗസാറത്ത്, ഗസുറ യഗ്സുറു, ഗസാറത്ത് കസുറ എന്നാണ് അർത്ഥം. അറബിയിൽ ചൊല്ലുണ്ട്, മാ ത്വാബ വ നസുറ ഖൈറു മിമ്മാ ഖബസ വ ഗസുറ. മോശമായ കുറെ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് നല്ല കുറച്ചുണ്ടാകലാണ്. മാ ത്വാബ വ നസുറ ഖൈറു മിമ്മാ ഗസുറ ഖബസ വ ഗസുറ. ഗസാറത്ത്, അത് ഇൽമിന്റെ ധാരാളിത്തം ഈ ഗ്രന്ഥങ്ങൾ അറിയിക്കുന്ന. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്, ദഖലുണ്ട് എന്നറിയിക്കുന്നു എന്നർത്ഥം. തദുല്ലു അലാ ഗസാറത്തി ഇൽമിഹി വ ഫിഖ്ഹിഹി. വമിൻ തിൽക്കൽ മുഅല്ലഫാത്ത്, ആ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് കിതാബു തൗഹീദ്. കിതാബു തൗഹീദ് അത് ഏറെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, ധാരാളം ശർഹുകളുള്ള കിതാബു തൗഹീദ് എന്ന കിതാബ്. രണ്ടാമത്തെ കിതാബു കശ്ഫി ശുബ്ഹാത്ത്, കശ്ഫി ശുബ്ഹാത്ത് അതും ഇതേപോലെ വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ്. കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കശ്ഫു ശുബ്ഹാത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മക്ക മുശ്രിക്കുകളുടെ ഷിർക്ക് എന്തായിരുന്നു, ആ ഷിർക്കിന്റെ അഹ്ലുകാരുടെ വാദങ്ങളും അതിനുള്ള മറുപടികളുമാണ്. കശ്ഫു ശുബ്ഹാത്തിനെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ പറയല്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ കിതാബ് തദമ്മുലി പോലെയാണ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കശ്ഫു ശുബ്ഹാത്ത്. അതായത് ഷെയ്ഖിന്റെ ഈമിന്റെ വൽഹാസിലാണ് ആ കിതാബ്. ആ വിഷയത്തിലുള്ള കിതാബ് മറ്റ് ഗ്രന്ഥങ്ങളിൽ എല്ലാം ഉള്ളതിന്റെ വൽഹാസിൽ രത്നച്ചുരുക്കമാണ് ഈ കിതാബിൽ എന്ന് പറയുക. കശ്ഫു ശുബ്ഹാത്തിനെ സംബന്ധിച്ച് തദമ്മുലിയ, അൽ അഖീദത്തു തദമ്മുലിയ, അൽ അഖീദത്തു തദമ്മുലിയെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഈമിന്റെ വൽഹാസിലാണ് കിതാബ്, എല്ലാം ഉണ്ട്. അതുപോലെ കിതാബ് അൽ കബായിർ, കിതാബു ഫദ്ലുൽ ഇസ്ലാം, മസായിൽ ജാഹിലിയ, മസായിൽ ജാഹിലിയും കശ്ഫു ശുബ്ഹാത്ത് പോലുള്ള മറ്റൊരു കിതാബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകൾക്കെതിരായ ജാഹിലിയ മസലകൾ, മസായിൽ ജാഹിലിയ അല്ലത്തി ഖാലഫ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് റസൂലുള്ളാഹി എതിരായ മസലകളാണ് അതിലുള്ളത്. വളരെ നല്ല കിതാബാണത്. കിതാബ് ആദാബുൽ മശീ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ആദാബുകൾ എന്ന് പറയുന്ന ഒരു കിതാബ് ശൈഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി കിതാബാണ്. വഗൈറുഹാ കസീർ, ഇതുപോലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. ബിൽ ഇലാഫത്തി ലിജുംലത്തി മിനൽ മുഖ്തസറാത്തി ലികുതുബി അഹ്ലിൽ ഇൽം, ഇതോടൊപ്പം തന്നെ ഇതൊക്കെ അദ്ദേഹം സ്വതന്ത്രമായി എഴുതിയ കിതാബാണ് ഈ പറയപ്പെട്ട കിതാബുകൾ. ഇതിനോടൊപ്പം ബിൽ ഇലാഫ ഒരു പുതിയ പ്രയോഗമാണ്. വമഅ ദാലിക നമ്മൾ പറയുന്നതിന് ഒരു പ്രയോഗമാണ് ബിൽ ഇലാഫ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്തേണ്ടത് എന്താണ്, അദ്ദേഹത്തിന്റെ അഹ്ലുൽ ഇൽമിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഷോർട്ട് ആക്കിയിട്ടുണ്ട്, ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. അതും ഇതിൽപ്പെട്ടതാണ്. മിൻഹ അതിൽപ്പെട്ടതാണ് മുഖ്തസറു സീറത്തുൻ നബവിയ്യ, അസീറത്തുൻ നബവിയുടെ മുഖ്തസർ. എനിക്ക് തോന്നുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ് അദ്ദേഹം ഷോർട്ട് ആക്കിയത്, മുഖ്തസറു സീറത്തുൻ നബവിയ്യ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നത് മുഖ്തസറു സാദുൽ മആദ്, സാദുൽ മആദും അദ്ദേഹത്തിന് ഇഖ്തിസാറുണ്ട്. അതുപോലെ തന്നെ മുഖ്തസറു അൽ ഇൻസാഫ് വശർഹുൽ കബീർ, അത് ഹംബലി മദ്ഹബിലെ ഫിഖ് കിതാബാണ്.
ആ കിതാബിനെ അദ്ദേഹം ഷോർട്ടാക്കിയിട്ടുണ്ട്. വകൈറുഹ, അതുപോലുള്ള മറ്റു ധാരാളം ഗ്രന്ഥങ്ങളും അദ്ദേഹം ഷോർട്ടാക്കിയിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളുള്ള വലിയ ദായിയാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. സാദിസൻ, ആറാമത്തേത് അഖീദത്തു ശൈഖ് റഹിമഹുല്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ അഖീദത്തു ശൈഖ് റഹിമഹുല്ലാഹ് ഹി അഖീദത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി റളിയല്ലാഹു അൻഹു. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെയും അഖീദയാണ്. വത്താബിഈന ലഹും ബിഇഹ്സാൻ, സഹാബാക്കളെ ഫോളോ ചെയ്തവരുടെയും താബിഈകളുടെയും അഖീദയാണ്. ബിഇഹ്സാൻ ഐ ബിഇത്ഖാൻ, ദൃഢതയോടുകൂടി യഖീനോടുകൂടി സഹാബാക്കളെ ഫോളോ ചെയ്ത താബിഈകളുടെയും അഖീദയാണ്. വഅഖീദത്തി അഇമ്മത്തിൽ ഹുദ, ഈ ദീനിന്റെ സന്മാർഗത്തിന്റെ ഇമാമുമാരായ അബി ഹനീഫ വ മാലിക് വ ശാഫിഈ വ അഹ്മദ്, ഈ 4 ഇമാമുമാരുടെയും അഖീദയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ അഖീദ. വസാഇരി അഹ്ലി സുനനി വ അഹ്ലി ഫിഖ്, അതേപോലെ തന്നെ ഹദീസിന്റെയും ഫിഖിന്റെയും ഉള്ള മറ്റെല്ലാ പണ്ഡിതന്മാരുടെയും അഖീദയാണ് ഇദ്ദേഹത്തിന്റെ. റഹിമഹുമുല്ലാഹു ജമീഅൻ, എല്ലാവർക്കും അല്ലാഹു കരുണ ചെയ്യട്ടെ. ഇങ്ങനെ പറയാൻ കാരണം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഒരു പുതിയ അഖീദ ഉണ്ടാക്കി, പുതിയൊരു ദീനിലേക്ക് ഒരു ബിദഈ വാദം കൊണ്ടുവന്നു എന്നൊക്കെ ബിദഈകള് ശത്രുക്കൾ പറയാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു റദ്ദാണ്. അല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. സലഫുകൾ എന്ത് പറഞ്ഞോ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സലഫുകൾ എന്ത് പറഞ്ഞോ അത് വ്യക്തമായി കാണാൻ പറ്റുന്ന പണ്ഡിതന്മാർ പറയുന്നത്. സലഫുകൾ ഗ്രന്ഥം വായിച്ചിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം വായിച്ചാൽ സലഫുകളുടെ നിലപാടുകളൊക്കെ ഗ്രന്ഥത്തിൽ വളരെ ലളിതമായി അവതരിപ്പിച്ചതായിട്ട് കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ചിട്ടും അങ്ങനെയാണ് പറയാറുള്ളത്. ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി സലഫുകളുടെ വാക്കുകളെ, അവർ ഷോർട്ടായി പറഞ്ഞതിനെ, അവർ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളെ ഒക്കെ വിശദീകരിച്ച് അവതരിപ്പിച്ചു എന്നതല്ലാതെ പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതേപോലെ തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പുതിയതായി ഒരു അഖീദയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സഹാബാക്കളെ റസൂലുള്ളാഹി എന്ത് അഖീദയാണ് പഠിപ്പിച്ചത്, എന്ത് ഇബാദത്താണ് പഠിപ്പിച്ചത്, അതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സാബിയാൻ, ഏഴാമത്തേത് വഫാത്തുഹു റഹിമഹുല്ലാഹ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ വഫാത്ത്. തൂഫിയ ശൈഖ് റഹിമഹുല്ലാഹ് ഫി ദിർഇയ്യ ഫി ദിൽ കഅദ സനത 1260 മിനൽ ഹിജ്റ. ഹിജ്റ 1206 ദുൽഖഅദയിൽ ദിർഇയ്യ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ദിർഇയ്യ എന്നുള്ളത് റിയാദിലെ ഒരു സ്ഥലമാണ്. വായിക്കാൻ പറ്റിയത് പഴയകാല ആദ്യകാലത്തെ ആലു സൗദ് രാജകുടുംബം താമസിച്ചത് ഈ സ്ഥലത്താണ്. ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ചേർത്താണ് നാടിന്റെ പേരിട്ടത് ദിർഇയ്യ എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ദിർഇയ്യ എന്ന നാട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. വാഹിദി 90 ആമ, അന്ന് അദ്ദേഹത്തിന് 91 വയസ്സായിരുന്നു. 91 വയസ്സ് വരെ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ജീവിച്ചിട്ടുണ്ട്. ബഅദ ഹയാത്തിൻ ഹാഫില, നല്ല ജീവിതത്തിന് ശേഷം. ഹാഫില എന്ന് പറഞ്ഞാൽ ജാമിഅ എന്നൊക്കെ പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമൃദ്ധമായ നല്ലൊരു ജീവിതത്തിന് ശേഷം. ഹയാത്തുൻ ഹാഫില. ഖലാഹ ഫി തഹ്സീലിൽ ഇൽമി വനശ്രി, ആ ജീവിതം, വിശാലമായ ആ ജീവിതം അദ്ദേഹം ചെലവാക്കിയത്. ഖലാഫി എന്ന് പറഞ്ഞാൽ ചെലവാക്കുക, സ്പെൻഡ് ചെയ്യുക. ഫി തഹ്സീലിൽ ഇൽമി വനശ്രി, ഇൽമ് കരസ്ഥമാക്കാനും അത് പ്രചരിപ്പിക്കാനുമാണ്. ഹസ്സല യുഹസ്സിലു, തഹ്സീൽ എന്ന് പറഞ്ഞാൽ നേടുക, കരസ്ഥമാക്കുക. നശറ യൻശുറു, നശ്ർ എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കുക. അപ്പൊ ഇൽമ് നേടാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് ആ ഹാഫിലായ ഹയാത്തിനെ അദ്ദേഹം ചെലവാക്കിയത്. വൽ ഖിയാമി ബിദഅവത്തിൽ ഇസ്ലാമി സഹീഹി വ തൗഹീദ്, അതേപോലെ തന്നെ സഹിയായ ഇസ്ലാമിനെയും തൗഹീദിനെയും ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിവെച്ചു. ഫറഹിമഹുല്ലാഹു റഹ്മതൻ വാസിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിശാലമായ റഹ്മത്ത് ചൊരിയട്ടെ. വജഅല മാ ഖദ്ദമ ഫീ മീസാനി ഹസനാതിഹി, അദ്ദേഹം തഖ്ദീം ചെയ്ത കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഹസനാത്തുകളുടെ മീസാനിൽ അല്ലാഹു ആക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത ഈ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ, എഴുത്തും പ്രബോധനവും മറ്റുമെല്ലാം അദ്ദേഹത്തിന്റെ പുണ്യങ്ങളുടെ തുലാസിൽ അല്ലാഹു ആക്കുകയും നിശ്ചയിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇത്രയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ കുറിച്ചിട്ടുള്ളത്.
ഹയാത്ത് സിന്ധി പിന്നെ ഉസ്താദാണ് ഹയാത്ത് സിന്ധി എല്ലാ അറിയപ്പെട്ട പണ്ഡിതൻ. ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ തന്നെ കുറേ കിതാബുകളില്ലേ അത് തന്നെ ഫോളോ ചെയ്തിട്ട് വായിച്ചു. هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.